ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ കിരൺ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ആ സമയത്ത് അവിടെ അമ്മമാരൊക്കെ പറയണ്ട മോൻ ഇനി 100 വർഷം ജീവിക്കും എന്ന് പറയാണ്. അത് കേട്ട് പുച്ഛത്തോടെ വിക്രം പ്രകാശോട് പറയുന്നുണ്ട് 100 അല്ല 1000 വർഷം ജീവിക്കും എന്ന് പറഞ്ഞ പുച്ഛത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശേഷം കിരൺ കേക്ക് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ എല്ലാവരും പാടുവാണ്. ശേഷം കേക്ക് മുറിച്ചതിന് ശേഷം കിരൺ ആദ്യത്തെ കേക്കിന്റെ കഷ്ണം കല്യാണിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ദീപക്ക്, പിന്നെ താരക്ക്, അതിന് അമ്മുമ്മക്ക് കൊടുക്കുന്നുണ്ട്. അമ്മുമ്മയും ഒരു കേക്കിന്റെ കഷ്ണം കിരണിനെ കൊടുക്കുകയാണ് കണ്ണൊക്കെ നിറഞ്ഞതിന് ശേഷം. അതിനുശേഷം അവിടെ കേക്കൊക്കെ എല്ലാ കഷ്ണങ്ങളും ആക്കിയതിനു ശേഷം അവിടുത്തെ അമ്മമാർക്കും അച്ഛന്മാർക്കും കൊടുക്കുന്നുണ്ട്. കേക്ക് എടുക്കാൻ വേണ്ടി തന്നെ പ്രകാശിനും വിക്രവും മുമ്പിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കാണ്ട് പ്രകാശ് നമ്മുടെ കിരൺ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം അവിടേക്ക് വെക്കുവാനായിട്ട് പറയുന്നുണ്ട്. എൻ്റെ പിറന്നാൾ എൻ്റെ ആഘോഷമാക്കി തന്ന എല്ലാ അച്ഛനമ്മമാർക്കും നന്ദിയുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും പ്രകാശിന് വിക്രം അങ്ങോട്ടേക്ക് വരുവാണ്. ഞങ്ങൾക്കൊരു കാര്യം എല്ലാവരോടും പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതെ, ഞങ്ങളിവിടെ വന്നത് ബർത്ത്ഡേ ആഘോഷിക്കാനോ പിറന്നാൾ ആഘോഷിക്കാനോ കേക്ക് കഴിക്കാനോ സദ്യ കഴിക്കാനോ ഒന്നും അല്ല. ഇത് ഞങ്ങളുടെ സമ്പാദത്തിന് ഒരു പങ്ക് ഇവിടെ കൊടുക്കാന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത്. ഈ സാധനത്തിൽ അച്ഛനമ്മമാർക്കും ഞങ്ങളുടെ നല്ലൊരു പങ്ക് ഞങ്ങൾ കൊടുക്കും എന്ന് പറയുമ്പോഴേക്കും അതിന് നിങ്ങൾക്കൊക്കെ എന്ത് പണിയാടാ ഉള്ളത് എന്ന് അമ്മമ്മ ചോദിക്കാണ്. അമ്മേ, ഇപ്പൊ പണിയൊന്നുമില്ലെങ്കിലും പണിയാകുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞത് എന്ന് പറയണം. അപ്പോഴേക്കും നമ്മുടെ വാർഡൻ പറഞ്ഞിട്ട് അതെ എല്ലാവർക്കുള്ള ഫുഡ് ആയിട്ടുണ്ട്, ഫുഡ് കഴിച്ചാലെന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി പോവാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ സരൂനെയാണ്. സരൂന് ആ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിരിക്കട്ടോ വിക്രം, അവിടെ കേക്ക് മുറിക്കുന്ന ഫോട്ടോയൊക്കെ. അത് കണ്ട് സരൂന് ദേഷ്യം വരുവാണ്. സരു ആ ഫോട്ടോ എല്ലാം തന്നെ രാഹുലിനും അതുപോലെ തന്നെ ഷാരിനെയും കാണിക്കേണ്ടി കണ്ടില്ലേ, അവൻ പിറന്നാൾ ആഘോഷിക്കുക എല്ലാ അമ്മമാരുടെയും അച്ഛന്മാരുടെയും കൂടിയിട്ട് നോക്കിക്കോ. ഈ വർഷം അവന്റെ പിറന്നാൾ ആഘോഷം, അടുത്ത വർഷം ഈ ദിവസം അവന്റെ ഡെത്ത് ആനിവേഴ്സറി എന്ന് പറയണം. മോൾ കല്യാണിന് എന്തെങ്കിലും ചെയ്തോ? കിരണിനൊന്നും ചെയ്യല്ലേ? നിങ്ങളുടെ മനസ്സിലെന്താന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ കിരണിനെ ചെയ്യത്തുള്ളൂ. അവൻ കാണുക എന്റെ ജീവിതം ഈ നിലയിലായത് എന്നിങ്ങനെ പറയാണ്. മോൾക്കത് അറിയാൻ പാടില്ല. മോളുടെ ജീവിതത്തിൽ ഒരു പഴുതാരയുണ്ട്, അവനെയാണ് ആദ്യം എടുത്ത് പുറത്തേക്ക് കളയേണ്ടത്. നിങ്ങൾ എന്റെ മനുവേട്ടനാണ് പറഞ്ഞത്. അതെ, മനുവിനെ തന്നെ. എന്റെ മനുവേട്ടൻ എന്തിനു പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ നാവിനെ പിഴുതു കളയും, അച്ഛനാണെന്നും ഞാൻ നോക്കില്ല എന്ന് പറയുമ്പോൾ അത് മോള് പറഞ്ഞ ശരിയാ മോളെ, ഇയാളാ ഏറ്റവും വലിയ കൊടും വിഷം, ആദ്യം ഇല്ലാതാക്കേണ്ടത് ഇയാളെയാ എന്നിങ്ങനെ പറയാണ്. നോക്ക്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കിരണോ കല്യാണോ ആരില്ലാതായാലും ആ കുറ്റി ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരി അവിടെ നിന്ന് പോകുക. അതിനുശേഷം ഷാരി പറയണ്ടേ, അല്ലെങ്കിൽ ഞാൻ എന്റെ മോളുടെ കൂടെ ഈ കാര്യത്തിൽ നിൽക്കുള്ളൂ. ആ കല്യാണി പറഞ്ഞവളും ആ കിരൺ എന്ന് പറഞ്ഞവൻ എന്റെ മോള് പൊട്ടിക്കരഞ്ഞത് കാണാൻ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. മനോഹറിന്റെ സത്യങ്ങളൊക്കെ അവർക്ക് അറിയാം, പക്ഷെ അവർ പറയാത്തതിനെ കാരണം എന്നറിയാവോ, മകള് ഇനിയും അനുഭവിച്ച് അവസാനം പൊട്ടിക്കരയാനായിട്ട്. അങ്ങനെയുള്ള കിരണും കല്യാണി നശിച്ചു കാണാൻ തന്നെയാണ് ഞാനും ഇപ്പൊ ആഗ്രഹിക്കുന്നത് എന്ന് സരിവ് പറയാണ്. ഷാരി പറയണ്ടേ, എന്റെ മോള് ഇത്ര നാളിൽ കൊഞ്ചിച്ച് ലാളിച്ചെടുത്ത് എന്റെ മോളല്ലെന്ന് അറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ചത്ത് കളഞ്ഞാൽ മതി ഞാൻ തോന്നിയത് എനിക്ക്. നിങ്ങളെയും കൊന്ന് ഞാനും ചാവാൻ വേണ്ടി നിന്നതായിരുന്നു. പക്ഷെ അങ്ങനെ ചേട്ടനെ കാണുന്നറിയാവോ, മനോഹർ നാല് ദിവസ സമയത്ത് നമ്മുടെ മോളെ ഇട്ടേച്ചു പോവാണെങ്കിൽ അവൾക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നത്, അല്ലാതെ മരിക്കാൻ പേടിയുണ്ടായിട്ടൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോകുകയാണ്. രാഹുലിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മുമ്മേനെയാട്ടോ കാണിക്കേണ്ടത്. അമ്മുമ്മയടുത്ത് കിരണും അതുപോലെ തന്നെ നമ്മുടെ താരാൻ്റെയും അതുപോലെ തന്നെ ദീപയൊക്കെ പറയണ്ട അമ്മുമ്മക്ക് കാതമ്പി ചെറുത്ത് പോയി നിന്നൂടെ എന്ന് പറയുമ്പോൾ അമ്മുമ്മ പറയണ്ട, വേണ്ട മോളെ, എനിക്ക് അവിടെ ഒന്നും പോയി നിൽക്കണ്ട എന്നിങ്ങനെ പറയാണ്. ഞാൻ ഇവിടെ നിന്നോളാം, മോളുടെ അമ്മുമ്മയാണ്ട് എനിക്ക് നല്ല റൂം തന്നെ എഴുതി തന്നത്, പിന്നെ അതിൻ്റെ ഒരു പരിഗണനയും തരുന്നുണ്ട്. ഞാൻ ഇവിടെ സന്തോഷവതിയാണ് മോളെ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയണം. എങ്കിലും അമ്മുക്ക് ഇടയ്ക്ക് വീട്ടിലൊക്കെ വരാലോ, അത് വരാം, ഞാൻ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാം, ഇടയ്ക്ക് വരുമ്പോഴേ ഇടയ്ക്ക് 2-3 ദിവസം നിൽക്കുന്ന രീതിയിൽ വേണം വരാൻ കേട്ടോ എന്ന് കല്യാണി പറയുമ്പോൾ അതേ മോളെ, 2 ദിവസം നിന്നിട്ടൊക്കെ ഞാൻ പോവുള്ളൂ. കല്ലുമോനെ കാണാം, കാദംബരിയുടെ മോളെ കാണണം, മോനെ കാണണം, നിങ്ങളൊക്കെ എനിക്ക് കാണണം, അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് വരും. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു വിഷമമുണ്ട് ഈ മോളെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് താരനെ ചേർത്ത് പിടിക്കുകയാണ്. ഇവളുടെ കാര്യം ഒന്നും ആയില്ലല്ലോ മോളെ എന്ന് പറയാണ്. അതിനുശേഷം താരടുത്ത് പറയുന്നുണ്ട് അമ്മൂമ്മ, നോക്ക് മോളെ, നമ്മൾ ഒരുപാട് മക്കളേക്ക് നന്നായിട്ട് സ്നേഹിച്ച് വളർത്തും, പക്ഷേ അവർ നമ്മളെ ഉപേക്ഷിക്കും ഒരു പ്രായമാകുമ്പോൾ, ചില മക്കൾ മാത്രം. അപ്പം അങ്ങനത്തുള്ള മക്കളെ നമ്മൾ ഉപേക്ഷിച്ച് കളയണം, നമ്മളെ സ്നേഹിക്കാത്തവർ എന്തിനാ മോളെ നമുക്ക് എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ടേ, എൻ്റെ അമ്മമ്മേ, ഇതൊക്കെ ഞങ്ങൾ താരൻ്റെ അടുത്ത് എത്ര വർഷം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ, താരൻ്റെ തല ഇതൊന്നും കയറില്ല എന്ന് പറയാണ്. അമ്മമ്മ പറയുന്നുണ്ട് അത് ശരിയാ, മക്കളെക്കുറിച്ച് ആരെന്ത് പറയാലും പെട്ടെന്ന് അമ്മമാരുടെ തലയിൽ കയറില്ലല്ലോ. മോളടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ, വിക്രത്തിനെ പോലെ തന്നെ സരിയോ എന്ന് പറഞ്ഞവളും അവരൊരിക്കലും നന്നാവില്ല, പെറ്റവരുടെ വേദന അവർക്കറിയില്ല. നോക്ക് താരെ, നിന്നെ സ്നേഹിക്കുന്ന ഇവരെല്ലാം നിങ്ങളുടെ കൂടെ ഇല്ലേ, കിരൺ, കല്യാണി, പിന്നെ ഇവരൊക്കെ ഉണ്ട്, ഇവരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കേ എന്ന് പറയാണ്. ശരിയെന്ന് ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് കല്യാണി പറയുമ്പോൾ ശരിയ മക്കളെ എന്ന് നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയാണ്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ഇറങ്ങി കഴിഞ്ഞ ശേഷം കാണിക്കുന്ന കിരണിനെയും വിക്രത്തിനെയും പ്രകാശിനെയും അതുപോലെ സരൂനെയാണ്. അവർ 3 പേരും കൂടി ഒരു സ്ഥലത്ത് കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വിക്രത്തിനോട് സരൂ പറയണ്ടേ, ഈ പ്രാവശ്യം അവൻ ബർത്ത്ഡേ ആഘോഷിച്ചു, അടുത്ത വർഷം ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം അവന്റെ ഡെത്ത് ആനിവേഴ്സറി ആണ്, എന്താ നടക്കുമോ നിനക്ക്? നടക്കുകയൊക്കെ ചെയ്യും സരൂ, നീ പറഞ്ഞല്ലോ അവൻ 5-6 പേര് തല്ലാനുള്ള ആരോഗ്യം ഉണ്ടെന്ന്, അതുകൊണ്ട് അവന് ആരോഗ്യം വെച്ചിട്ടല്ല ചങ്കുറപ്പ് കൊണ്ടിട്ടാ തല്ലേണ്ടത്. അപ്പോഴേക്കും
പ്രകാശം പറയണ്ട്, നീ വിഷമിക്കണ്ട, എന്റെ മോനെ ആ ചങ്കുറപ്പുണ്ട് എന്ന് പറയാണ്. ആ സമയത്ത് സരയു പറയേണ്ടത്, കിരണിന് എന്ത് സംഭവിച്ചാലും കല്യാണിക്ക് എന്ത് സംഭവിച്ചാലും കുറ്റം നീ ഏറ്റെടുക്കണം, കേട്ടല്ലോ? അതൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം സരയു, നിന്റെ പേര് ഞാൻ പറയില്ല, അത് മതി, എന്നാ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോവാണ്. സരയു പോകുമ്പോഴേക്കും പ്രകാശ് ചോദിക്കണ്ട്, എടാ നീ അവരെ തീർത്ത് കളിട്ട് കുറ്റം നീ ഏറ്റെടുത്ത് ജയിലിൽ പോകാൻ പോവാണോ? എന്റെ അച്ഛൻ ഞാൻ അവൾക്ക് വെറുതെ പറഞ്ഞല്ലേ, അവരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടെ ഞാൻ ആ കുറ്റം ഇവളുടെ തലയിൽ കെട്ടിവെക്കും, ഇവള് ജയിലിൽ പോട്ടെ, ഇവൾക്ക് നല്ല പിടിപാടും സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ, ആരെങ്കിലും വന്ന് ഇറക്കിക്കോളും, ഏതായാലും ഞാൻ ആ കുറ്റമൊന്നും ഏറ്റെടുക്കില്ല, ഇവള് തന്നെ ആ കുറ്റമൊക്കെ ഏറ്റെടുക്കും എന്ന് വിക്രം പറഞ്ഞിട്ട് പുച്ഛത്തോട് കൂടി തന്നെ സരയു പോയ വഴിക്ക് നോക്കി ചിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന രാത്രിയാണ്. രാത്രി നമ്മുടെ കിരൺ കല്യാണിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് പിറന്നാൾ ആഘോഷിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല, പക്ഷെ ഇന്ന് സായാഹ്നത്തിൽ ആഘോഷിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മോളെ, ഇനി നമ്മുടെ പിറന്നാളൊക്കെ വന്ന സായാഹ്നത്തിൽ ഒരു നേരം പോയി ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, അത് ശരിയാ എന്ന് പറയാണ്. അല്ല, നിന്റെ മുത്തശ്ശി മാറിയത് പറഞ്ഞാൽ ശരി തന്നെയാണല്ലോ, അതെ മുത്തശ്ശി ശരിക്കും മാറി, പക്ഷെ ആ വിക്രവും പ്രകാശിനെ മാറിയത് വെറുതെയാ, അവര് വെറുതെ കാണിക്കുന്നത് അതൊക്കെ, അതൊക്കെ എനിക്കറിയാം എന്ന് പറയാണ്. ശേഷം കിരൺ പറയുന്നുണ്ട്, ഇനി നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും എല്ലാവരുടെയും പിറന്നാൾ നമുക്ക് സായനത്ത് വെച്ച് ആഘോഷിക്കാം, അവിടെ അച്ഛനും അമ്മക്കൊക്കെ സന്തോഷമാവട്ടെ. അതേ കിരണേട്ടാ എന്ന് പറയാണ്. നമ്മളെ സൂക്ഷിക്കണം, അമ്മൂമ്മ എന്നിട്ട് പോകാന്നത് പറഞ്ഞത് അതന്നെയാ, വിക്രത്തിനെയും പ്രകാശിനെയും സൂക്ഷിക്കണമെന്ന്. അത് ശരിയാ മോളെ പറഞ്ഞത്. എന്തായാലും നിന്റെ അമ്മൂമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വിക്രത്തിനെയാണ്, അത് കഴിഞ്ഞിട്ട് നിന്റെ അമ്മുമ്മേനെ. ആ അമ്മുമ്മ നിനക്ക് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ആ അമ്മുമ്മേനെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക പ്രകാശൻ. പിന്നെ അയാൾക്ക് നിന്നോടുള്ള ദേഷ്യവും കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യാനും മടിക്കില്ല, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. കിരണേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ ഒന്നും സംഭവിക്കില്ലെന്ന് കല്യാണി പറയാണ്. ശേഷം അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തോട് കൂടി തന്നെ ചേർന്ന് പിടിച്ചിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന രാവിലെയാണ്. രാവിലെ തന്നെ നമ്മുടെ അമ്മുമ്മ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക കേട്ടോ. അതേസമയം പ്രകാശനോടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ സ്നേഹിക്കാത്ത ആൾക്കാരൊക്കെ നശിഞ്ഞു പോണേ, ആ കിരണും കല്യാണിയൊക്കെ നശിഞ്ഞ് നാറാണക്കാലം എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ പ്രകാശം നോക്കുമ്പോൾ അമ്മുമ്മ അവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത് പൂജാരിക്ക് പുഷ്പാഞ്ജലി ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് കല്യാണിക്ക് കിരണിനെ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ പ്രകാശം വിചാരിക്കണം, കല്യാണിക്ക് കേട്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നു, ഇത്ര പെട്ടെന്ന് ആൾക്കാരൊക്കെ മാറോ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രകാശൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മൂമ്മ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അതേ അമ്മ അവിടെ നിന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അമ്മൂമ്മക്ക് സന്തോഷമാവാണ്. എടാ പ്രകാശ, നീ അമ്പലത്തിലൊക്കെ വരാൻ തുടങ്ങിയാടാ, അപ്പൊ നിന്റെ മനസ്സ് മാറിയല്ലേ, നീയും നന്നാവാൻ വേണ്ടി തീരുമാനിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അമ്മേ, ഞാനേ മനസ്സ് മാറി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ല, ആ കിരണും കല്യാണി നശിയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ അമ്മൂമ്മ പറയാണ്ട്, എടാ പ്രകാശ, ഇത് അമ്പലമായി പോയി, അല്ലെങ്കിൽ ഞാൻ നിന്റെ മുഖം അടിച്ച് പൊട്ടിച്ചാനെ എന്ന് പറയാണ്. നീ ഒന്ന് നന്നാവില്ലേടാ എന്ന് ചോദിക്കുകയാണ്. ഇല്ല അമ്മേ, ഞാൻ നന്നാവാൻ വേണ്ടിയിട്ട്, ഞാൻ ഭാനുമതി അമ്മയല്ല ഒരു ദിവസം കൊണ്ട് നന്നാവാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും ഭാനുമതി അമ്മമ്മ നമ്മുടെ പ്രകാശിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അതിന് പറഞ്ഞിട്ട്, പ്രകാശ ഇനിയെങ്കിലും നീ നന്നാവടാ, വയസ്സാം കാലത്ത് ആരും ഇല്ലാതെ ആ അവസ്ഥയാവോടാ, അമ്മ എന്നെ ഉപദേശിക്കൊന്നും വേണ്ട, അമ്മ വന്ന പണി കഴിഞ്ഞല്ലോ, അമ്മ പോവാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അമ്മമ്മ പിറുപിറുത്തോണ്ട് അവിടെ നിന്ന് പോവാണ്. പ്രകാശ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ട് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.